ഞാൻ വീണ്ടും കാടിലേക്ക് പോയി. അരുണിന്റെ ക്യാമറ കണ്ടുപിടിച്ച സ്ഥലമാണ് എന്റെ ലക്ഷ്യം. ഉള്ളിൽ നിന്നൊരു ശബ്ദം പറഞ്ഞു, പോകണം. അവിടെ എന്തെങ്കിലും ഉണ്ട്. പഴയ കൽവഴിയിലൂടെയാണ് ഞാൻ നടന്നു. വഴിക്ക് അറ്റത്ത് വലിയൊരു കല്ല് കണ്ടു. അതിന്റെ നിറം വെറുമൊരു കല്ലിൻ്റെതല്ല, അത് ചുവപ്പായി തിളങ്ങിക്കൊണ്ടിരുന്നു. കൈ വെച്ചപ്പോൾ അതിൽ ചൂട് തോന്നി. എന്തെങ്കിലും അതിന് കീഴിലുണ്ടെന്ന് എനിക്ക് ഉറച്ച വിശ്വാസം തോന്നി. പെട്ടെന്ന് കല്ലിന് കീഴിൽ നിന്ന് ഒരു കൈ പുറത്തു വന്നു. ചെറുതായിരുന്നെങ്കിലും അതൊരു മനുഷ്യന്റെ കൈയല്ല. അതിന്റെ വിരലുകൾ നീളവും ത്വക്ക് വെളുപ്പും അത്ഭുതമുണ്ടാക്കിയിരുന്നു. അതിന് തണുപ്പായിരുന്നത് മാത്രം അല്ല, അതിൽ നിന്നും ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ പിന്മാറി. പിന്നെ ഞാൻ ഓടി. അതിന്റെ ഭയം ഞാൻ വിശകലനം പോലും ചെയ്തിട്ടില്ല. കാടിനകത്തായിരുന്നിട്ടും ഫോൺ റിങ് ചെയ്തു. അരുണിന്റെ നമ്പറാണ്. ഞാൻ കോർത്തു പിടിച്ചു. അതെ, ആവേശത്തോടെയായിരുന്നു. പക്ഷേ ഫോൺ എടുത്തപ്പോൾ കേട്ടത് മറ്റൊരാളുടെ ശബ്ദമായിരുന്നു. ഒരു താളമില്ലാത്ത ശബ്ദം പറഞ്ഞു, ഞാൻ ഇതുവരെ പുറത്താണ്. അതിന്റെ അർത്ഥം അന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി ഞാൻ അറിയണം, അവൻ പുറത്താണെങ്കിൽ അകത്ത് ആരാണ്.